Yes, good morning, Ramisha. Good morning, Yorshila, Sanu, good morning. Vijil Roy, good morning. Hira, good morning. Jogi Paul, good morning. Amrita, good morning. Okay, let us start. About visual and the Dagosho. Yes. Sudhi is telling that her visual celebration was super. But Sudhi. Good morning, sir. Okay, good morning. But Sudhi. Yes. ഇന്നലെ വിഷു ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. രാവിലെ എപ്പോ എഴുന്നേറ്റു എന്നുള്ളതും അവിടെ തുടങ്ങി ആരംഭിച്ചു. I woke up at 4 o'clock in the morning and see Yes. the Vishukani. Yes. And after that, we went to kitchen and prepared the meals. Yes. And 8 o'clock in the morning, we went to temple and got Yes. the Vishukai Nattam. Yes. And after that, we prepared the food and sadhya for the Yes. lunch. Yes. In the night, we celebrate the Vishu with the crackers. Yes. And that's all, sir. Very good, very good. Okay. So the correct time. Okay. Yes. Very good, very good. Yes. ഇനി അടുത്തൊരു ആളാണ് വിഷു ഇന്നലെ നടന്ന സംഭവം പറയുന്നത്. ഇന്നലെ ആഘോഷിച്ച വിഷു നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ got up at 4 o'clock in the morning. After that, what did she do? Yes. Amrita PP. Yes. Sri Lakshmi. Yes. അപ്പൊ നിങ്ങളാരും വിഷുവിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്നും മോചിതരായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ശ്രുതിയാണ് മോചിതയായിട്ടുള്ളത്. ബാക്കിയുള്ളവരിപ്പോഴും അതിന്റെ ഹാങ് ഓവർ നോക്കിയാണ്. ഓട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ചായിരുന്നു. അതില് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ട് ശ്രുതി? നമ്മളൊരു നെഗറ്റീവ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിലെ നെഗറ്റീവ് സെന്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതെ സർ. ഡിഡ് നോട്ട് വെച്ച് പറഞ്ഞു അല്ലേ? ഡിഡ് നോട്ടും പിന്നെ ഡിഡ് വെച്ചും പറഞ്ഞു. ഡിഡ് ആദ്യം വരുന്നതും പറഞ്ഞു. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ടെൻസും കൂടി നമുക്ക് നിങ്ങൾ വിടാം. അപ്പൊ ഇപ്പൊ നമ്മള് രണ്ട് ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പ് കൊണ്ട്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി ആദ്യം പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ഒന്ന് അപഗ്രഥിക്കുന്നത്. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. അത്
ഏത് സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഡു നോട്ട് ചേർക്കണോ ഡസ് നോട്ട് ചേർക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതൊരു ചോദ്യമാക്കണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞാൽ അത് ശരിയായി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ആണ്, സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ ഡിഡ് നോട്ട് എന്ന് ചേർത്താൽ മതി. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടതില്ല. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അപ്പൊ അതിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതേ പറഞ്ഞു. അത് തന്നെ ഇത് ചോദ്യമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ഡിഡ് എന്നുള്ളത് ആദ്യം പറയാം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ അടുത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. യെസ്, നൂർഷില. ഓക്കെ. അപ്പൊ നൂർഷില ജീവിതത്തിലോട്ട് നോക്കി കഴിയുമ്പോൾ നൂർഷിലയുടെ ഇനിയുള്ള ജീവിതത്തില് ചെയ്യണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവൂല, അല്ലെങ്കിൽ ഇന്നതാവണം, ഇന്നത് ചെയ്യണം, ഇന്നതായിരിക്കും. അത് പല പ്രാവശ്യം നമ്മൾ വിചാരിച്ചായിരിക്കും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നമുക്കൊരു വിഷയം അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുമല്ല എങ്കിൽ സമയത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. അപ്പൊ അങ്ങനെ നൂർഷിലയുടെ മനസ്സിലുള്ള ഒരാഗ്രഹം പറഞ്ഞു, പുറത്ത് പറയാൻ പറ്റുന്ന ഒരാഗ്രഹം പറഞ്ഞു, പൂർത്തിയാക്കണം, ഭാവിയിൽ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ബെസ്റ്റ് ടീച്ചർ. എനിക്ക് ഞാനൊരു ബെസ്റ്റ് ടീച്ചറാകും, അതാണ് ഉദ്ദേശിച്ചത്. നല്ലൊരു ടീച്ചർ ആവണം. ഗവൺമെന്റ് ടീച്ചർ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ടീച്ചേഴ്സ് ജോബ് ഈസ് എ ലിഷ്യസ് ജോബ് എന്നാണ് പറയുന്നത്. ടീച്ചറിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ലീഷർ ടൈം എടുക്കുന്ന പണിയാണ്. എക്സാമ്പിൾ പറയട്ടെ, 365 ദിവസമല്ലേ ഒരു വർഷമുള്ളത് നൂർഷില? അതില് 52 ഞായറാഴ്ച പേരെടുത്ത് മൈനസ് ചെയ്തിട്ട 52 ഞായറാഴ്ച, 52 ശനിയാഴ്ച. അത് അപ്പൊ ഒരു 104 ദിവസം 365 ഇതാണ് മൈനസ് ചെയ്തത്. ബാക്കി എന്തുണ്ട്? ബാക്കി എത്ര ദിവസം ഉണ്ട് നൂർഷില? 261. പിന്നെ 2 മാസം മധ്യവേനൽ അവധി. അപ്പൊ ഒരു 60 ദിവസം കൂടെ മൈനസ് ചെയ്ത് -60. 201 സമ്മതിച്ചു. ക്രിസ്തുമസ് കഴിഞ്ഞാൽ 10 ദിവസം, ഓണം കഴിഞ്ഞാൽ 10 ദിവസം, 20 ദിവസം മൈനസ് ചെയ്ത് 181 അല്ലേ? 181 ദിവസമായി. ഓക്കെ. ഇനി ശമ്പളത്തോടു കൂടി അവധി എടുക്കാവുന്ന 20 ദിവസം, 20 ദിവസം മൈനസ് ചെയ്ത് 161. ഇത് കൂടാതെ ബക്രീദ്, പിന്നെ ഓണത്തിന് നമ്മള് ഓണം പിന്നെ അല്ലാതെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, ചിലതിപ്പോ ഞായറാഴ്ചയായിട്ട് വരാം. എങ്കിലും അതൊക്കെ കൂടി ഒരു 10 ദിവസം കൂടി, 5 ദിവസം കൂടി, നമുക്ക് 5 ദിവസം പോട്ടെ, ബാക്കി നമുക്ക് ഒരു 10 ദിവസം കൂടി കണക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 ദിവസം കൂടെ മൈനസ് ചെയ്ത് 151. ടീച്ചർ അങ്ങനെ പ്രഗലനാണെങ്കിൽ ശമ്പളത്തോടു കൂടിയ 180 ദിവസത്തെ അവധി. മെറ്റേണിറ്റി ലീവ് 180 days. ബാക്കി എത്ര ദിവസം ഉണ്ട്? എത്ര പറഞ്ഞപ്പോ ലീവ് എത്ര? 161 നിൽക്കായിരുന്നു. 180 ദിവസം വരെ ലീവ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ടീച്ചേഴ്സ് ജോബ് ഈസ് എ ലിഷ്യസ് ജോബ്. ഇത് കളിയൊക്കെ പറയുന്നത്, ഇത് ഇങ്ങനെ തമാശ. അതുപോലെ വക്കീലിനെ കുറിച്ച് പറയും, ലോയേഴ്സ് ജോബ് ഈസ് എ ലയേഴ്സ് ജോബ്. ഒരു വക്കീലിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണയന്റെ ജോലിയാണ്. ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരാണ്? വക്കീലന്മാരാണ്.
സത്യം നമ്മൾ അവരോട് പറയണം, എങ്കിലേ അവർക്ക് എന്ത് പറയാൻ പറ്റൂ, നുണ പറയാൻ പറ്റും. നോണ പറയാൻ പറ്റും. അതെ, നമ്മൾ സത്യം പറയും, ഇന്നതാണ് സത്യം, ഇന്നതൊക്കെയാണ് സംഭവിച്ചത്, സത്യം പറഞ്ഞു എങ്കിലേ പിന്നെ അവര് നുണ പറയും. നമ്മളെ പഠിപ്പിക്കരുത് നുണ പറയാം. അപ്പൊ അതുകൊണ്ട് വക്കീലിന്റെ ജോലി നുണയന്റെ ജോലിയാണ്, ടീച്ചറിന്റെ ജോലി വെറുതെ ഇരിക്കുന്നവരുടെ ജോലിയാണ്. പക്ഷെ ടീച്ചറിന്റെ ജോലി വെറുതിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞിട്ടാ ഞാനിതിങ്ങനെ തമാശക്ക് പറഞ്ഞു. അവർക്ക് ഒരുപാട് ടാസ്കും ഒരുപാട് ആക്ടിവിറ്റീസും കൊടുക്കും. അത് നമുക്കറിയാവുന്നതാണ്. യെസ്. പിന്നെ നൂർഷില നല്ല ടീച്ചർ ആവണം എന്ന് പറഞ്ഞപ്പോ സന്ദർഭോചിതമായിട്ട് ഞാൻ സൂചിപ്പിച്ചതുമാണ്. ഓക്കെ. അപ്പൊ നൂർഷിലയുടെ വിചാരം എനിക്ക് നല്ലൊരു ടീച്ചർ ആയിത്തീരും, ഉറപ്പിക്കണം, ആയിത്തീരും, തീർന്നിട്ടില്ല, തീരും. അപ്പൊ ആയിത്തീരുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വാക്കാണ് ബിക്കം. നമുക്ക് പറയാം ഐ ഷാൽ ബിക്കം, അല്ലെങ്കിൽ ഐ വിൽ ബിക്കം എ ഗുഡ് ടീച്ചർ. ഞാൻ ആരായിട്ട് തീരും? ഒരു ഗുഡ് ടീച്ചറാണ്. ഐ വിൽ ബിക്കം, ആയിത്തീരുക. ഐ വിൽ ബിക്കം എ ഗുഡ് ടീച്ചർ. ഞാൻ എന്ത് ആയിത്തീരും? നല്ല ടീച്ചർ ആയിത്തീരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ I would like to become എന്ന് പറയില്ലേ? I would like to become, yes, ശരിയാണ്. I would like, would like ഉപയോഗിച്ചത് പറയാം. Yes, correct ആണ്. I would like to talk to you, I would like to introduce എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. ശരിയാണ്. യെസ്, ഞാനിവിടെ ഒരു ടെൻസിലോട്ട് വരികയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിനെ ഉപയോഗിച്ചത് രമേശ. അപ്പൊ രമേശ പറഞ്ഞു തന്നെ പറയാം, ഞാൻ ഇഷ്ടപ്പെടും. ഐ വിൽ ലൈക്ക് അല്ല, ഐ വിൽ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടും, പെട്ടിട്ടില്ല, പെടും. യെസ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പൂർത്തിയാക്കണം, അത് ഞാൻ പൂർത്തിയാക്കും. ഐ വിൽ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഐ വിൽ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 2 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ 1 ലക്ഷം രൂപ സേവ് ചെയ്യും. അത് നമുക്ക് പറയാം, ഐ വിൽ സേവ് 1 lakh rupees in 2 years. I will save 1 lakh rupees in 2 years. 2 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ 1 ലക്ഷം രൂപ സമ്പാദിച്ചിരിക്കും. ഇതൊക്കെ നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. അതുമല്ല എങ്കിൽ നമ്മൾ പറയുന്നത്, നൂർഷിനെ പോലെ ടീച്ചർ ആവണമെന്നില്ല, പക്ഷെ ഒരു വരുമാനമുള്ളൊരു ജോലി വേണം. അപ്പൊ നമുക്ക് പറയാം, ഞാൻ സാമ്പത്തികമായ സ്വയം പര്യാപ്തത നേടും. ഐ വിൽ ഒബ്റ്റെയിൻ, ഒബ്റ്റെയിൻ നേടുക എന്നാണ്. ഐ വിൽ ഒബ്റ്റെയിൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സാമ്പത്തികമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് അത് ഞാൻ നേടും. എനിക്ക് വലിയ പൈസ വേണമെന്നല്ല, പക്ഷെ നിലവിലുള്ളതിൽ നിന്ന് എനിക്ക് എന്റേതായ കുറച്ച് വരുമാനം വേണം. ഐ വിൽ സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഞാൻ എന്റെ സാമ്പത്തിക സ്റ്റെബിലിറ്റി സെക്യൂർ ആക്കും, ഉറപ്പാക്കും. ഓക്കെ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, വില്ല് അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ നൂർഷിലൊക്കെ പറയാമോ, ഐ വിൽ ബിക്കം എ ഗുഡ് ടീച്ചർ, ഞാൻ ഭാവിയിൽ ഒരു നല്ല ടീച്ചറാണ്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ കുക്ക് ലഞ്ച് ആഫ്റ്റർ മൈ ക്ലാസ്. എന്റെ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ടില്ല, ഐ വിൽ പ്രിപ്പയർ ലഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ സ്ലീപ്പ് അറ്റ് 3 o'clock. 3 മണിക്ക് ഞാനൊന്ന് ഉറങ്ങും. ഐ വിൽ സ്ലീപ്പ്, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഐ വിൽ സ്ലീപ്പ് അറ്റ് 3 o'clock. കാരണം ഇന്നലെ നേരത്തെ എഴുന്നേറ്റതിന്റെയും ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് 3 മണിക്ക് ഞാൻ ഉറങ്ങും. അല്ലെങ്കിൽ നമുക്ക് പറയാം, വൈകിട്ട് ഞാൻ അവനെ കാണും. ഐ വിൽ മീറ്റ്, MEET, മീറ്റ്. ഐ വിൽ മീറ്റ് ഹിം ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ അവനെ കാണും. അല്ലെങ്കിൽ നമുക്ക് പറയാം, വി വിൽ ഡിസ്കസ്, വി വിൽ ഡിസ്കസ് ദ മാറ്റർ നെക്സ്റ്റ് മീറ്റിംഗ്. ഈ വിഷയം അടുത്ത മീറ്റിംഗ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഐ വിൽ കൺസൾട്ട് എ ഡോക്ടർ.
ഞാനൊരു ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ചു എന്നല്ല, സംസാരിക്കും. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ ഇനി പറയുന്ന ടെൻസിന്റെ പേര് സിമ്പിൾ ഫ്യൂച്ചർ എന്നാണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മളൊരു സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ലോ ഷാലോ അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നു. നമുക്ക് അത് കൂടാണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് മാത്രമേ പറയുന്നുള്ളൂ. വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ. സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് വില്ല് ഒരു സ്ലാഷ് ഷാൽ, വില്ലോ ഷാൽ പ്ലസ് വെർബ് എന്നുള്ളതിന് വി എന്നിട്ടാണ്. വി ബ്രാക്കറ്റില് പ്രസന്റ് PRESENT ബ്രാക്കറ്റില് പ്രസന്റ് PRESENT. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. വില്ലോ ഷാലോ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷേ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ അർത്ഥം ഫ്യൂച്ചറിന്റെ അർത്ഥമായിരിക്കും, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ ഈറ്റ് മൈ സപ്പർ. ഞാൻ അത്താഴം കഴിക്കും. കഴിച്ചിട്ടില്ല കണ്ടാ. യെസ്, ഓക്കെ ശ്രീലക്ഷ്മി. അതായത് സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ V1 പ്രസന്റ് ടെൻസാ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണെങ്കിലും അതിന്റെ അർത്ഥം ഏതായിരിക്കും? ഫ്യൂച്ചർ, ഭാവി കാലത്തെ കുറിച്ചുള്ള അർത്ഥമായിരിക്കും. ഗോ പോവുക പ്രസന്റ് ടെൻസ് ആണ്. വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോകും. ജമ്പ് ചാടുക, വിൽ ജമ്പ് എന്നാണെങ്കിലോ ചാടും. ഈറ്റ് തിന്നുക, വിൽ ഈറ്റ് എന്നാണെങ്കിലോ തിന്നും. ക്ലീൻ വൃത്തിയാക്കുക, വിൽ ക്ലീൻ എന്നാണെങ്കിലോ വൃത്തിയാക്കും. കേട്ടാ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും വില്ലോ ഷാലോ ഉപയോഗിച്ച്. നോഷിക കറക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് അത് വെർബ് നമ്മൾ ഉപയോഗിക്കും. പ്രസന്റ് ടെൻസ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റും, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പോ ഹീര രാജേഷ്, ഹീര. ഓക്കെ. ഹീര ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചു. ഹീരയുടെ ജീവിതത്തിലോ അല്ലാതെയോ വില്ല് വെച്ചിട്ട് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഫ്യൂച്ചർ 2-3 ടെൻസുകൾ വന്നിട്ട് അതിപ്പോ ജീവിതത്തിൽ എടുക്കണമെന്നില്ല. മകന്റെ കാര്യത്തിൽ എടുക്കാം, ഭർത്താവിന്റെ കാര്യത്തിൽ എടുക്കാം, കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ എടുക്കാം. അതായത് നമുക്ക് പറയാം, മൈ ഹസ്ബൻഡ് വിൽ ഗോ എബ്രോഡ് നെക്സ്റ്റ് മന്ത്. എന്റെ ഭർത്താവ് അടുത്ത മാസം വിദേശത്തേക്ക് പോകും. കറക്റ്റാണ്. മൈ ഹസ്ബൻഡ് വിൽ ഗോ എബ്രോഡ്, വിദേശത്തേക്ക് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം പോകും. യെസ്, അതുപോലെ രസകരമായിട്ട് ബില്ല് വേണം. അത് പ്രസന്റേഷൻ ഓക്കെ പറഞ്ഞോളൂ. ഹീര പറഞ്ഞു. My husband and me will go at Singapore next month. Set. Okay, correct. Then അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ഒന്ന് പറയാം. We will എന്ന് പറഞ്ഞാൽ പറഞ്ഞു. We will planning. We will consult with a travel agency. ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയുമായി കൺസൾട്ട് ചെയ്യും. അത് പറഞ്ഞു കിട്ടിയില്ല. അത് അങ്ങനെയാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു. ട്രാവൽ ഏജൻസിന്റെ അല്ല സാർ, അത് എനിക്കൊന്ന് ഓഫീസ് ആവശ്യത്തിന് ഹസ്ബൻഡ് പോണമെന്നുണ്ട്. അപ്പൊ പിന്നെ കൂടെ ട്രാവലിംഗ് പറ്റുന്നെങ്കിൽ ഞാനും പോകുന്നുണ്ട്. Very good. Very good. Keep it up. Yes.
യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ യാത്ര പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ പല സ്ഥലത്തൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും എന്റേതായ കുറെ സൗഹൃദങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. അപ്പൊ പുതിയ ആളുകൾ വെച്ചിരുന്നു, പുതിയ കസ്റ്റംസ്, രീതികൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റും. പക്ഷെ ഞാനൊരു സ്ഥലത്ത് ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അടുത്തുള്ളൊരു ഫംഗ്ഷൻ വിളിച്ചു. അപ്പൊ അവിടെ അടുത്തുള്ളൊരു ഒരുപക്ഷെ ഇത് കുറച്ചു പേർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഭക്ഷണം ഒന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേക്കാൻ പോയപ്പോഴാണ് അവര് പറഞ്ഞത്, എഴുന്നേക്കണ സാറെ പാനിയുണ്ട്, പാനി കഴിച്ചിട്ട് പോവാ. സത്യം പറയാൻ എനിക്കത് എന്താണ് സംഭവപ്പെടുന്നത്, കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ സംഗതി ഇല്ല. യെസ്, പിന്നീടാണ് മനസ്സിലായത് എന്താണ് പാനിയെന്ന്. അപ്പൊ അവര് ആ ഇലയിലേക്ക് കുറച്ച് ശർക്കര നീര് കൊണ്ടുവന്നു, ഒരു കുപ്പിയിൽ കൊണ്ടുവന്ന് ഒഴിച്ചു, കൂട്ടത്തില് ഒരു പഴം പഴുത്തത് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഞാനിത് നോക്കി ബാക്കിയുള്ളവർ എന്താ ചെയ്തത്. അപ്പൊ അവര് ഈ പഴവും ഈ ശർക്കരയുടെ നീരും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നു. അപ്പോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഓരോരോ കാര്യങ്ങളാണ്, ഓരോ രീതികളാണ്. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. യെസ് യെസ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് അവര് നമ്മൾ ഉത്സവത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് പറയും മരുന്നുണ്ട്, 5 ലക്ഷം രൂപയുടെ മരുന്നുണ്ട്. എനിക്ക് ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഇത് എന്താണ് ഈ മരുന്ന് എന്നോട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ മരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വല്ല ഉത്സവമായിട്ട് വല്ല ചാരായം പറ്റുന്ന കേസാണോ പറയുന്നത്, എന്താണ് ഈ മരുന്നും പിടിയിട്ടില്ല. പിന്നീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വെടിക്കെട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ഉത്സവത്തിന് മെയിൻ ആയ സംഗതി എത്ര ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ വെടിക്കെട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്, അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ പോയാൽ പോരാ, നമ്മൾ ആ സംസ്കാരവുമായിട്ട് ആ നാടുമായിട്ട് അവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുക, അത് മനസ്സിലാക്കുക. എന്നിട്ട് അതൊക്കെ ഒരു എഴുതി വെക്കുക. ഇങ്ങനെയാണ് ഭാവിയിൽ മുൻകാലങ്ങളിൽ രസിക്കപ്പെട്ട കണക്കുണ്ടായത്. നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവവും നമ്മൾ എഴുതി വെക്കുന്നത്. യെസ്, ഓക്കെ. കൺഫേം അറിയില്ല കാരണം എനിക്ക് വിസ കിട്ടുമെന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഹസ്ബൻഡിന് ഓൾറെഡി കമ്പനി ആവശ്യത്തിന് പോകുന്നയാ. അപ്പം എനിക്ക് വിസ കിട്ടുമെന്ന് ഇനി അപ്ലൈ ചെയ്ത് നോക്കണം. വിസ കിട്ടുവാണെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങള് എന്താ പറയാ 13 പേരുടെ പ്രാർത്ഥനയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ല, ഹസ്ബൻഡ് കഴിഞ്ഞ തവണ പോയിന്, ഒരു തവണ പോയി. അപ്പൊ നെക്സ്റ്റ് മന്ത് പോകേണ്ടത്. അന്നേരം കഴിഞ്ഞ തവണ പോകുമ്പോ ഞാൻ നാട്ടിലായിരുന്നു, ഇപ്പൊ ഇവിടെ ദുബൈയിലുണ്ട് ഞാൻ. അപ്പം പിന്നെ എന്നോട് പറഞ്ഞ അപ്ലൈ ചെയ്ത് നോക്കാം, പറ്റുവാണെങ്കിൽ പോവാന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. യെസ്, പറഞ്ഞോളൂ. അപ്പൊ വി വിൽ കൺസൾട്ട്, അങ്ങനെ വില്ല് വെച്ചിട്ട് പറഞ്ഞു. വില്ല് കഴിഞ്ഞാൽ പ്രസന്റേഷൻ ഉപയോഗിക്കാവുന്ന മാത്രമേ. ഓക്കെ. I shall complete my cleaning work today evening. Very good. Yes. I will join tomorrow on online class. I will join online class tomorrow. ശരിയാണ്. I will make today any special for food. Okay. I will prepare special dish today. Okay. Very good. Okay, Hira. Very good. Yes, Remisha. Remy. Yes, sir. പറഞ്ഞോളൂ. ഒരു ബില്ല് വെച്ച് വെക്കുക, 2-3 വാചകങ്ങളൊന്നും പറഞ്ഞു. Okay, sir. I will practice a dance tomorrow. I will practice a dance tomorrow. Very good. I will eat supper with my colleagues. I will eat my supper with my colleagues. Okay, correct. I will go to tour in a native place. I will go to my native place. Okay. I will meet my friend tomorrow.
I will meet my friend tomorrow. Very good. I shall a good job for my financial stability. Very good. I shall secure a good job for my financial stability. Very good. Very good. Okay, Ravisha. കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്. Okay. Thank you, sir. ഞങ്ങൾ നല്ല ഒരു നിശ്ചയദാർഢ്യം കാണുന്നു. Okay. Very good. Okay. Then Anusri. Yes. ഇനി ആർക്കും പറയട്ടെ. ഞാൻ ഇനി അങ്ങനെ നമ്മൾ 13 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ. നൂർഷില പറഞ്ഞു നോക്കണം. നൂർഷില. I will consult a eye doctor tomorrow. I will consult an eye doctor tomorrow. Correct. Yes. I will give best mobile phone next year. I will buy the best mobile phone next year. Okay. I will become a good teacher. I will become a good teacher. Okay, very good. I will going to Manali, my husband and me next year. Very good. Okay. I will give hospitals administration certificate next year. Okay. I will secure hospital administration certificate next year. Okay. I will eat loaded fries my cousins tomorrow. Okay. Very good. അത്രേ ഉള്ളൂ സർ. Very good. Okay. Very good. Okay. Yes. Okay. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഇതിനകത്ത് നൗഷില പറഞ്ഞൊരു വാചകത്തിന് ഐ വിൽ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. ബെസ്റ്റ്. ആ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബൈ ദ ബെസ്റ്റ് മൊബൈൽ നെക്സ്റ്റ് ഇയർ. അപ്പൊ ആ ബെസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് പറയാം ഗോ പ്രസന്റൻസ് അതിന്റെ പാസ്റ്റ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ടേക്ക് പ്രസന്റൻസ് അതിന്റെ പാസ്റ്റ് ആണ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്ക്. ടേക്ക്. CUT കട്ട് പ്രസന്റൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ആണ് കട്ട് തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ട് തന്നെയാണ്. ഓക്കെ. LOK ലുക്ക് പ്രസന്റൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ആണ് ലുക്ഡ്. LOKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഒരു വെർബിന് 3 ടെൻസ് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഒന്ന് പ്രസന്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ പ്രസന്റ് ടെൻസിനെയും പാസ്റ്റ് ടെൻസിനെയും പാസ്റ്റ് പാർട്ടിസിപ്പിളിനും വേറൊരു പേര് കൂടി പറയാം. പ്രസന്റ് ടെൻസിനെ V1 എന്നും പാസ്റ്റ് ടെൻസിനെ V2 എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3 എന്ന് പറയും. V1, V2, V3. ഓക്കെ. അങ്ങനെയും പറയാം. യെസ്. അതുപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഓരോ അഡ്ജക്റ്റീവിനും 3 ടെൻസ് അല്ല 3 ഡിഗ്രികളുണ്ട്. 3 ഡിഗ്രി. അതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. 3 ഡിഗ്രീസ് ഉണ്ട്. വെർബിന് 3 കാലങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരു അഡ്ജക്റ്റീവിന് എന്തുണ്ട്? 3 ഡിഗ്രികളുണ്ട്. 3 ഡിഗ്രികൾ. ഞാൻ എക്സാമ്പിൾ പറയാം. യെസ്. ഇപ്പോ നൂഷിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷന്റെ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പൊ നൂഷിനോട് പറഞ്ഞിരിക്കുന്നത് 10ലാണ് മാർക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ്. 10ലാണ് മാർക്ക് ഇടേണ്ടത്. അപ്പോ ചെസ് നമ്പർ 1 വിളിച്ചു. 1 വിളിച്ചു കഴിഞ്ഞപ്പോ സൂപ്പർ പെർഫോമൻസ്. അപ്പോ നൂർഷിൽ അതിന് എന്ത് ചെയ്യുന്നു? നല്ല അടിപൊളി പെർഫോമൻസ്. അടിപൊളി പെർഫോമൻസ് ഡാൻസ്. അപ്പൊ നൂർഷിലൊക്കെ തോന്നി കൊള്ളാം, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നൂർഷിൽ എന്ത് ചെയ്തു? ആദ്യം വന്ന ചെസ് നമ്പർ 1ന് 10ന് 10 മാർക്ക്. യെസ്. അടുത്ത ചെസ് നമ്പർ വിളിച്ചു. അത് വന്ന് പെർഫോമൻസ് നടത്തി. പെർഫോമൻസ് നടത്തി കഴിഞ്ഞപ്പോ തിരക്കേടില്ല, കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്തു? നൂർഷില 10 കൊടുക്കാനില്ല, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, എന്നാലും സൂപ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? 8 കൊടുത്തു.
8 കൊടുത്തു. അപ്പൊ ആദ്യത്തെ ആൾക്ക് 10 കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 8 കൊടുത്തു. ചെസ് നമ്പർ 3 വിളിച്ചു. ചെസ് നമ്പർ 3 വിളിച്ചിട്ട് അടുത്ത കുട്ടി വന്നു. അതിന്റെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് ആണ്. അപ്പോ നൂർഷിനക്ക് 10 മാർക്ക് കൊടുക്കാവൂ. കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ് വരാവും. 2 ഫസ്റ്റ് 2 സെക്കൻഡ് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ്, 3 സമ്മാനങ്ങളേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് 2 പേർക്ക് അങ്ങനെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ചെസ് നമ്പറിൽ വന്ന കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് നൂർഷിക്ക് ഒരു കൺഫ്യൂഷൻ. ഇത് നല്ല അടിപൊളിയാണല്ലോ. അപ്പൊ നൂർഷിൻ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. ഏറ്റവും ആദ്യം വന്ന കുട്ടിയുടെ പെർഫോമൻസും ഇപ്പൊ മൂന്നാമത് വന്ന കുട്ടിയുടെ പെർഫോമൻസും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ മനസ്സിലായി ആദ്യം വന്ന കുട്ടിയേക്കാൾ നല്ലത് ആരാണ്? മൂന്നാമത് വന്ന കുട്ടിയാണ്. അപ്പൊ എന്ത് ചെയ്തു നൂർഷില? ഏറ്റവും ആദ്യം ഇട്ട മാർക്ക് 10ൽ 10 ആയിരുന്നു. അതൊന്നും വെട്ടി 10ൽ അത് എത്രയാക്കി? 9 ആക്കി. എന്നിട്ട് മൂന്നാമത് വന്ന കുട്ടിയുടെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് അതിന് 10ൽ 10 ഉണ്ട്. കാരണം 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജഡ്ജസ്, കമ്മിറ്റിക്കാര്. ഈ കുട്ടികളില്ല. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടി. ഫസ്റ്റ് ചെസ് നമ്പർ 3 കിട്ടി, സെക്കൻഡ് ചെസ് നമ്പർ 1 കിട്ടി, തേർഡ് ചെസ് നമ്പർ 3 കിട്ടി. ഞാൻ പറഞ്ഞ ഐഡിയ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്, മോശം, അതിലും മോശം, ഏറ്റവും മോശം, മനോഹരമായിട്ടുള്ളത്, കുറച്ചുകൂടി മനോഹരമായിട്ടുള്ളത്, ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പോ ആ ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്ന് പറയുന്നത് പേരാണ് സൂപ്പർലേറ്റീവ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ടാവാൻ പറ്റില്ല. ഓക്കെ, ജൂബി ഇസ് കറക്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ചെസ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്, കുഴപ്പമില്ല. ചെസ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെസ് നമ്പർ 2വിനേക്കാൾ നല്ലതാണ്. അപ്പൊ അവിടെ ബെറ്റർ. ചെസ് നമ്പർ 3 എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വെർബിന് 3 ടെൻസ് പറയുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങൾ പറയും. അതിനെയാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോ നിങ്ങൾ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോരാൻ നേരത്ത് നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ HM എഴുതി യുവർ ക്യാരക്ടർ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ, റമീഷയുടെ ക്യാരക്ടർ ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ റമീഷ ആ വർഷം പഠിച്ച 400 കുട്ടികളിൽ ഏറ്റവും നല്ലതാണെന്നാണ്. എല്ലാം കുഴപ്പമില്ലാന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് റമീഷ അവിടെ ഒരു പ്രാവശ്യം ഒരു കുട്ടി കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോ ചാടി രക്ഷിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോ രമേശിന്റെ ക്യാരക്ടർ എഴുതുമ്പോ ഗുഡ് എന്ന് എഴുതൂല. രമേശ് അന്ന് ചാടി വീണ ഒരു കുട്ടിയെ രക്ഷിച്ചതല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ബെറ്റർ എടുക്കട്ടെ, അപ്പൊ കുറച്ചുകൂടി നല്ലതായി. അന്ന് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് തീയിലേക്ക് ചാടി വീണ് എല്ലാവരും രക്ഷപ്പെടുത്തിയത് രമേശ് ആണെങ്കിൽ ആ വർഷം പഠിച്ചത് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ബെസ്റ്റ് എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. പിന്നെ നമ്മള് പോസിറ്റീവ് ഡിഗ്രി, നെഗറ്റീവ്, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോ നൂർഷിന പറയാൻ ഞാനൊരു ബെസ്റ്റ് മൊബൈൽ വാങ്ങൂ എന്ന് പറയുമ്പോ പിന്നെ അതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടാക്കരുത്. ആരുടെ കയ്യിൽ? നൂർഷിന്റെ കയ്യിൽ. ദ ബെസ്റ്റ് അല്ല, ദി ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഒരു മാർക്ക് ഇടുമ്പോഴും ഈ ബെസ്റ്റ് കഴിഞ്ഞ പിന്നെ അപ്പുറത്തേക്ക് നല്ലതുണ്ടാവാൻ പാടില്ല. കാരണം അത് സൂപ്പർലേറ്റീവ് ആണ്, അല്ലെ അപ്പുറത്ത് വേറെ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുഡോ ബെറ്ററോ കൊടുക്കാമോ? യെസ്, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ ഓക്കെ, യെസ്. ഇനി ആർക്കാണ് പറയേണ്ടത്? ബില്ല് വെച്ച് പറയേണ്ടത് ആർക്കാണ് ഈ അടുത്തത്? ഞാൻ പറയാം. ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. Next weekend we will go to the park, have a picnic. Okay, correct. I will watch TV with popcorn.
I will watch TV with popcorn. വെറുതെ അല്ല, പോപ്കോണുമായിട്ട് ഞാൻ ടി വി കാണും. Okay, yes. Next month we will visit grandparents' home. Next month we will visit grandparents' home. Correct. The sun will set in the evening. Yes. My husband will buy a new car. My husband will buy a new car. Very good. The dog will bark when someone arrives. Okay. The dog will bark when someone arrives. Okay. Thank you, sir. Yes. Okay. അതിന്റെ അകത്തുണ്ടല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ അറൈവ് എന്നുള്ള പറഞ്ഞ കറക്റ്റ് ആണ്. അവിടെ അറൈവ്ഡ് ആണെന്ന് വിചാരിക്കും. അറൈവ്ഡ് അങ്ങനെയാണെങ്കിൽ ഇപ്പഴത്തെ മാറ്റം വന്നത് the dog will bark when someone arrives എന്നുള്ള പറഞ്ഞതിന് പകരം ആ അറൈവ്സ് എന്നുള്ള പേര് ഞാൻ മാറ്റിയിട്ട് അവിടെ അറൈവ്ഡ് എന്നാക്കി. ARRIVED. അങ്ങനെയാണെങ്കിൽ ഇപ്പഴത്തെ വല്ല മാറ്റം വരുമോ ഇല്ലയോ? വരികയാണെങ്കിൽ എങ്ങനെ വന്നത്? എന്തോന്നാണ് ഹിര? ഡോഗ് വിൽ ബാർക്ക്ഡ് എന്ന് വരുമോ? ബാർക്ക്ഡ് എന്നാണ് അല്ലേ? യെസ്. ശ്രുതി പറയുന്നു വില്ല് വേണ്ട എന്ന് പറയുന്നു. ശരിയാണ്, വില്ല് വേണ്ട. പകരം വേറൊരു സംഗതിയാണ്. ഇത് അറിയാതെയാണെങ്കിലും ഈ ശ്രുതി പറഞ്ഞത് ഒരു ഗ്രാമറാണ്. അത് ഒരു കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു ഗ്രാമറാണ്. യെസ്, അവിടെ വില്ല് ഉപയോഗിച്ച് when someone arrived എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വില്ല് ഉപയോഗിച്ച് മിസ്റ്റേക്ക് ആണ്. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? വുഡ് എന്ന് ഉപയോഗിക്കുന്നത്. The dog would bark when someone arrived. ഇതാണ് കറക്റ്റ്. someone arrives ആണെങ്കിൽ വുഡ് ഉപയോഗിക്കരുത്, വില്ല് ഉപയോഗിക്കരുത്. വില്ല് എന്നുള്ളതിന് പകരം ക്യാൻ ഉപയോഗിച്ചാലും തെറ്റില്ല, ഷാൽ ഉപയോഗിച്ചാലും തെറ്റില്ല, മേ ഉപയോഗിച്ചാലും തെറ്റില്ല. അറൈവ്ഡ് എന്ന് വരുമ്പോൾ വുഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. വുഡിന് പകരം കുഡ് വന്നാലും തെറ്റില്ല, ഷുഡ് വന്നാലും തെറ്റില്ല, മൈറ്റ് വന്നാലും തെറ്റില്ല. അത് ഒരു അറിയാതെ നമ്മൾ അത് നമുക്ക് വരട്ടെ, ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഇപ്പോ അറിയാതെ ആണെങ്കിൽ ഒരു ശ്രുതി ഒരു ഗ്രാമറിന്റെ ഒരു സംഗതി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പൊ അതിനകത്തൊരു ഒരു സംഗതി നമ്മളത് ഒരു ക്യാപ്സുള് പോലെ നോക്കിയിരുന്നാൽ മതി. അതായത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് 9 ജയിച്ചു 10 പഠിക്കാൻ ഇത്തിരി മോശമെന്ന് വിചാരിച്ചു, നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ 10 ആയപ്പോ അവനോട് പറയാണ്, നീ മര്യാദക്ക് പഠിച്ച പാസ്സാവും. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അത് കറക്റ്റ്. ഇവിടെ നേരത്തെ ആ വാക്ക് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അവൻ പരീക്ഷ എഴുതി തോറ്റു, റിസൾട്ട് വന്ന് തോറ്റു, അല്ലെങ്കിൽ അവൾ തോറ്റു. ആ സമയത്ത് നിങ്ങൾ എന്താ പറയാ? നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകുമെന്ന് പറയില്ല, നീ പഠിച്ചില്ലെങ്കിൽ പാസ്സായാലേ, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. അല്ല, ഇഫ് യു വർക്ക് ഹാർഡ്, വർക്ക് ഹാർഡ് യു വുഡ് പാസ്. അതാണ് കറക്റ്റ്. ഇനി ആ റിസൾട്ട് വന്നു, തോറ്റു, വീണ്ടും 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അയൽവാക്കുകാരോടോ സുഹൃത്തിനോടോ പറയുകയാണ്. അപ്പൊ പറയും മകനെ കുറിച്ച് അല്ലെങ്കിൽ മകളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പറയും, അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. അവൻ പഠിച്ചില്ല, പാസ്സായില്ല. അപ്പൊ നോക്കി, അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. അപ്പൊ എന്ത് വരും? ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വെൽ he would have passed. ഇങ്ങനെ വേണ്ട. ഇതൊരു എന്താ പറയാ, ഒരു ഗുളിക പോലെ നമ്മൾ നോക്കി വെച്ചാൽ വേറെ എന്ത് ഉപയോഗിക്കുമ്പോൾ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഒന്നുകൂടി പറയാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതൊരു ക്യാപ്ഷനാണ്, ഒരു ക്യാപ്സൂളാണ്, ഓർത്തിരിക്കുക. അതുപോലെയാണ് അത് വരുന്നത്. ഓക്കെ ശ്രുതി? അപ്പോ ശ്രുതി നേരത്തെ പറഞ്ഞ വാചകം നമുക്ക് ഇങ്ങനെ പറയാം. 3 രീതി പറയുമ്പോൾ the dog will bark when someone arrives. The
dog would bark when someone arrived. The dog would have barked when someone had arrived. അങ്ങനെ വരി പറയാം. ഓക്കെ, അപ്പൊ ഞാൻ സന്ദർഭോചിതമായിട്ട് സെന്റൻസ് വന്നതുകൊണ്ടും അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയാമെന്ന് തോന്നിയത് കൊണ്ടും ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനിനി ഈ ഒരു കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ ഇതുൾപ്പെടെ ഇപ്പൊ നമ്മൾ 3 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനായിട്ട് പോകെ പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ നമുക്ക് ശുഷ്കമായ ജനസംഖ്യയാണ്. യെസ്, മിക്കവരും ഇന്നലത്തെ ആഘോഷത്തിന്റെ ഹാങ് ഓവറിലായിരിക്കും അല്ലേ സുധി? അതെ സർ. യെസ്, നമുക്ക് വിട്ടുകളയാം. കാരണം അവര് റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോയി കാണും. ചിലപ്പോ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി കാണും. അപ്പൊ അതുകൊണ്ട് വിട്ടുകളയാം. അപ്പൊ ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, ഇതൊന്നും എഴുതുന്നില്ല, മാർക്കിന് എഴുതുന്നില്ല, ചുമ്മാ ചോദിക്കില്ല. ഐ വിൽ going to ask you the name of some young ones. അതായത് ചില ജീവികളുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താ ഇംഗ്ലീഷ്? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുക. എല്ലാത്തിന്റെയും ചോദ്യത്തിന്റെ ഫ്രണ്ടില് ദ യങ് വൺസ് ഓഫ് എന്നുണ്ട്. യങ് വൺസ് ഓഫ്. ഓക്കെ, സിമ്പിൾ, ശുഷ്കമായ ജനസംഖ്യ ആയതുകൊണ്ട് it is open to all. The young one of dog. The young one of dog. But നായി പട്ടിയുടെ കുഞ്ഞിനെന്ന് പറയും. ഓക്കെ. സാനു ശ്രുതി കറക്റ്റ് ആണ്. പപ്പി. ഞാൻ ആദ്യം സിമ്പിൾ ചോദിച്ചതാണ്, ചോദ്യം ഒന്ന് പിടികിട്ടാൻ വേണ്ടി. ഹീര, തുളസില, രബീഷ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. The young one of dog. Next question. The young one of cow. The young ones of cow. COW. Sanu, Hira, Ruby, Srilashmi, Sudhi, Nurshila, Vignesh. Vignesh on the Remish. Okay, correct. That is called cow. CAL. Cow. Very good, very good. Another, the young one of tiger. 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 Sanu, Jubi, Vignesh, Sudhi, Srilakshmi, Nurshila, Remisha, Hira. Is the correct answer? It is called cub. 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 Next question. The young ones of kangaroo. The young ones of kangaroo. Srilakshmi, Sruthi, Nurshila. Okay. Joy, JOEY. JOEY. Yes, JOEY. Kafala, joy. JOEY. Next question is a very simple one. The young ones of hen. 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 Srilashmi, Nurshila, Sruthi, Sanu, Vignesh, Remisha. Is the correct answer? Chickens. Okay. Very good, very good. Okay, Hira, correct. Next question. The young ones of rabbit. RABBIT. The young ones of rabbit. Sanu, Vignesh, Sruthi, Srilashmi, Nurshila, Jubi,
Is that correct? Bunny. B-U-N-N-Y. Okay. Is that correct answer? Next question. The young ones of duck. D-U-C-K. Duck. Nurshila, Sri Lakshmi, Sanu, Sudhi, Vignesh, Jobi, Yubi. It's a correct answer. Duckling. Duckling. It's a correct answer. Okay. Next question. The young ones of sheep. SHWP. Sheep. Sri Lakshmi, Vignesh, Sanu, Sudhi, Hira, Nurshila, Jubi. Okay, La, L-A-M-B, L-A-M-B. Yes. Next question. The young ones of donkey. D-O-N-K-E-Y. Donkey. Calf അല്ല Sanu. Okay, Sudhi. Correct answer. ആദ്യം പറഞ്ഞത് സുധിയാണ്. Okay, Sri Lakshmi. Yes. F. Okay, Sri Lakshmi. Okay, correct ആണ്. Okay. Yes, very good. F-O-A, fall. Yes. Next question. The young ones of goose. G-O-O-S-E. Okay, Sudhi. Okay, Sanu, Anusri, Musli. Okay, Vignesh. Okay, Nushila. Correct answer. Okay. Very good. Okay, Sri Lakshmi. Correct. Next is the young ones of pig. P-I-G. Pig. Okay, Sudhi, Sanu, Hira, Vignesh, Nurshila. Okay, it's a correct answer. Piglet. P-I-G-L-E-T. Piglet. Okay, Sri Lakshmi. Correct. The young ones of frog. F-R-O-G. Frog. Zoology board പഠിച്ചവർക്ക് പെട്ടെന്ന് അറിയാം. സുധി, സാനു, Vignesh, Anusri, Nurshila, Sri Lakshmi. Correct answer. That is what is called tadpole. T-A-D-P-O-L. Next one. The young ones of whale. W-H-A-L. Whale or dolphin. Same one. Whale or dolphin. Sanu, Sudhi, Nurshila. Sri Lakshmi, Jubi, Vignesh. Okay. The answer is calf. C-A-L. Calf. Next. The young ones of deer. Ma. The young ones of deer. Sudhi, Jubi, Nurshila, Sri Lakshmi. Okay. It's a correct answer. Fawn. F-A-W-E-L. Yes. Next question.
The young ones of lion, L-I-O-N, lion. Sanu, Shruti, Jobi, Vignesh, Nushila, Srilakshmi, Sheera. സെയിം തന്നെയാണ്. നേരത്തെ ടൈഗർ എന്ന് പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് ലയനിലും ഉള്ളത്. കബ്, COB. യെസ്. നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ വൺ. ദി യങ് വൺസ് ഓഫ് കാറ്റ്, CAT, കാറ്റ്. ജോബി, ശ്രുതി, നൂർഷില, സാനു, ഹീര, ശ്രീലക്ഷ്മി, അനുശ്രീ, Vignesh. Is the correct answer? The correct answer is kitten. Very good, very good. Yes. Next question. The young ones of horse, HORSE, horse. And okay. Sanu, Shruti, Nushila, Jobi, Srilakshmi, Anusri, Vignesh. Okay. Fall എന്ന് പറയാറുണ്ട്. Pony, PONY എന്ന് പറയാറുണ്ട്. അടുത്തത് the young ones of goat, GOAT, goat. The young ones of goat. ഷീപ്പ് നിങ്ങൾ പറഞ്ഞു. ഗോട്ട്, GOAT. വിഘ്നേഷ്, അനുശ്രീ, ജൂബി, വിഘ്നേഷ് ആണ് ആദ്യം പറഞ്ഞത്. സാനു, ശ്രുതി ആൻഡ് ശ്രീലക്ഷ്മി, നൂർഷില. ഇതാണ് കിഡ്, KID, കിഡ്. യെസ്. അടുത്തത് the young ones of bear, BEAR, bear. Shruti, Anusri, Jobi. Is the correct answer? Nushila, Srilakshmi, Sanu, Uyakos. Okay. Correct answer. Kabbalni. Okay. Next question. Okay, Hira. Correct. The young ones of camel. The young ones of camel. Yes, Sanu, Jobi, Srilakshmi, Vignesh, Anusri, Shruti, Hira, Nurshila. Okay, calf, CAL, calf. The young ones of elephant. Elephant. Shruti, Sanu, Anusri, Vignesh, Jobi, Hira, Srilakshmi. Okay. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള പേരുകളൊക്കെ അറിയാം. ഒറ്റ സംഗതി പോലും പുറത്തു പോയില്ല. കൃത്യമായിട്ട് നിങ്ങൾക്കത് പറയാനായിട്ട് സാധിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം കുഴപ്പം ഉണ്ടായിരുന്നില്ല, പക്ഷെ ശുഷ്കമായ ആളുകളായിരുന്നു മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ അതെല്ലാവരും നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ നമ്മുടെ വിഷുവിന്റെ ഹാങ് ഓവറിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാം. സോ വിഷു കഴിഞ്ഞു പോയി എന്നറിയാം, എന്നാലും എല്ലാവർക്കും വിഷുദിന ആശംസകൾ ഞാൻ നേരുന്നു. നല്ല ഒരു ആഘോഷമായിരിക്കട്ടെ. ആഘോഷങ്ങൾ എപ്പോഴും മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒരു ആഘോഷമില്ലെങ്കിൽ ജീവിക്കാൻ തോന്നും ഇല്ല. ആഘോഷങ്ങൾ എപ്പോഴും ജീവിക്കാനായിട്ട് നമുക്ക് പ്രേരണ നൽകുന്നു. ഓക്കെ ശ്രുതി, പ്രേരണ നൽകുന്ന കാര്യം. അടുത്ത വിഷുവിന്, അടുത്ത ഓണം, ഓക്കെ 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 ശ്രീലക്ഷ്മി, അടുത്ത ഓണത്തിന്, അടുത്ത വിഷുവിന്, അടുത്ത ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളെ അത്രയും നാൾ വരെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. യെസ്. അപ്പൊ ആഘോഷങ്ങളിൽ നിന്നും ജീവിപ്പിക്കാനായിട്ട്
നമുക്ക് പ്രേരണയാണ്. യെസ്, അപ്പൊ ഈ ആഘോഷവും അതുപോലെ തന്നെ ആവട്ടെ. അതെന്ത് പറ്റി ശ്രീലക്ഷ്മി? യെസ്. ഓ യെസ് 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 യെസ്. ഓക്കെ. ഓക്കെ ഹീര, വെരി ഗുഡ് വെരി ഗുഡ്. സോ യെസ് 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 യെസ്. ഓക്കെ ഓക്കെ. Let him rest in peace. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. സി. ഓക്കെ ശ്രീലക്ഷ്മി, my condolence.